അശ്വതി അച്ചു എന്നൊരു പെണ്ണ് ഈ ഭൂലോകത്തില്ല ഇല്ല ഇല്ല. അങ്ങനെ ലോലന് വരാൻ പെണ്ണായി. എടി എന്തോ ആടി ഫോൺ വിളിച്ചിട്ട് നീ എടുക്കാത്ത? എടി കോളേജ് കഴിഞ്ഞിട്ട് നീ എന്നെ വിളിച്ചിട്ടുണ്ട്. ഞാൻ എത്ര മെസ്സേജ് ഫോൺ കോൾ അയച്ചിട്ടുണ്ട്, നീ എന്താ വിളിക്കാത്തേ? ആണോ? ഓക്കെ ഓക്കെ, ഞാൻ വന്ന് നിന്റെ അച്ഛനോടൊന്ന് സംസാരിക്കാം. ഇന്ന് തന്നെ സംസാരിക്കാം. ഇന്ന് വരാം, ഇന്ന് തന്നെ വരും. ആ ഓക്കെ ഓക്കെ. ഡി വെക്കലേ വെക്കലേ വെക്കലേ. നിന്റെ വീട് ലൊക്കേഷൻ അയച്ചിട്ടുണ്ട്. നട്ടുച്ചക്കാണോ പിച്ചക്കാര്? അയ്യോ അങ്കിളെ, ഞാൻ പിച്ചക്കാരനല്ല. ആ, ഒരു വഴിക്ക് പോണല്ലേ, വെച്ചോ. താങ്ക്സ്. അല്ല, വന്ന കാര്യം ഞാൻ പറഞ്ഞില്ല. അല്ല അങ്കിളെ, വന്ന കാര്യം പറയാൻ വിട്ടുപോയി. അങ്കിളെ, ഞാനും അങ്കിളുടെ മോളും തമ്മിൽ ഇഷ്ടത്തിലാണ്. കഴിഞ്ഞ 2 കൊല്ലമായിട്ട് ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തില്ല. അപ്പൊ അവള് വന്നാ ഞാനങ്ങ് കൊണ്ടുപോകും. ഈ സുപ്രീം കോടതിയിൽ നിന്ന് വിധിയൊക്കെ വന്ന ആരും അങ്കിളിന് അറിയാലോ. അതൊക്കെ അത്രേ ഉള്ളൂ. അപ്പൊ അങ്കിള് നൈസായിട്ട് ഒന്ന് സമ്മതിക്കണം. ഇത് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അങ്കിൾ അവളെ അങ്ങ് വിളി. ഇതാണ് എന്റെ മോള്. 2 വയസ്സുള്ള ഇവളെയാണോ നീ 2 കൊല്ലമായിട്ട് പ്രേമിക്കണേ? അല്ല അപ്പൊ അങ്കിള് വേറെ മോള്? എന്റെ അറിവിൽ ഇത് മാത്രമേ ഉള്ളൂ. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഒരു മിനിറ്റ്. അങ്കിളെ, ഏപ്രിൽ ഫൂൾ ആയിരുന്നു കേട്ടോ. ഇന്ന് ഏപ്രിൽ 1 അല്ലേ. അപ്പൊ നൈസായിട്ടൊന്ന് പറ്റിച്ചതാണ്. അപ്പൊ മരുന്നൊക്കെ കഴിക്കട്ടോ, ഞാൻ ഇടക്ക് വരാം. ഓക്കെ, അപ്പൊ കാണാട്ടോ. അങ്ങനെ അങ്ങോട്ട് പോയാലോ? സ്റ്റേഷൻ വരെ ഒന്ന് പോവാം. റെയിൽവേ സ്റ്റേഷൻ ആണോ അങ്കിളെ? ബൈക്ക് കൊണ്ട് കൊണ്ടാക്കാം. അല്ല, റേഡിയോ സ്റ്റേഷൻ.